ഇപ്പോൾ BJP പരിഹാസരൂപേണയും ജനാധിപത്യ വിശ്വാസികൾ ആശങ്കയോടെയും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയാണ്? BJP കിട്ടിയ അവസരങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാറുണ്ട്. ആ പരിഹാസം അവിടെ മാറ്റിവെക്കാം. രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, സമരങ്ങളുടെ മുന്നണിപ്പോരാളിയായി നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമരമുഖങ്ങളിൽ എവിടെയാണ് എന്ന ചോദ്യം ജനാധിപത്യ വിശ്വാസികൾ ആശങ്കയോടെയും വളരെ സങ്കടത്തോടെയും ചോദിക്കുകയാണ്. ഇന്ത്യ എന്താണോ അതിൽ നിന്ന് ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തെ ധ്വംസിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ ഹിംസിച്ചുകൊണ്ട് ആ ഫാഷിസ്റ്റ് ശക്തികൾ പിടിമുറുക്കുന്ന ഘട്ടത്തിൽ ഒരു നേരിയ ശബ്ദമുണ്ടാക്കാൻ പോലും പ്രതിപക്ഷ നേതാവ് സമരമുഖത്തില്ല എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ദൗർഭാഗ്യമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വലിയ മാറ്റങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചെക്ക് ആൻഡ് ബാലൻസ് പോയിന്റുകളിലും BJP പിടിമുറുക്കിയ ഘട്ടത്തിൽ എവിടെ പ്രതിപക്ഷ പാർട്ടികൾ, എവിടെ പ്രതിപക്ഷ നേതാവ്? ഇന്ത്യൻ രാഷ്ട്രീയം എത്തിപ്പെട്ട ദുരവസ്ഥയുടെ പ്രതിഫലനമാണ്. ഭാവിയുടെ ഭാഗതയെ നിർണ്ണയിക്കേണ്ട, രാജ്യത്തെ ചെറുപ്പക്കാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പേരിൽ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ നടക്കേണ്ടിയിരുന്നു. ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമായിരുന്നു. പക്ഷേ സമരവേദിയിൽ അവരെ കണ്ടില്ല. ആ ശൂന്യതയിലേക്കാണ് CJP എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പാർട്ടി, ഒരു മൂവ്മെന്റ് വരുന്നത്. അവരുടെ സമരം ജന്തർ മന്ദറിൽ നടക്കുകയാണ്. സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ള ആളുകൾ നിരാഹാര സമരത്തിലാണ്. രാജ്യം പ്രക്ഷോഭത്തിന് സാക്ഷിയാകേണ്ട, പ്രക്ഷുബ്ധമായ സമരങ്ങൾക്ക് വേദിയാകേണ്ട ഒരു അവസരമാണ് രാഹുൽ ഗാന്ധി മിസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മിസ് ചെയ്തിരിക്കുന്നത്. പാർലമെന്റ് മൺസൂൺ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്താൻ, ആ പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ അവസരം നഷ്ടപ്പെടുത്തി. രണ്ടാമത്, രാജ്യവ്യാപകമായി ചർച്ച ചെയ്ത അയോധ്യയിലെ കൊള്ള, ക്ഷേത്രക്കൊള്ള, BJPയുടെയും RSSൻ്റെയും ഉന്നതർ പങ്കെടുത്തുകൊണ്ട് നടത്തിയ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി, ക്ഷോഭം ആവശ്യപ്പെടുന്ന ഒരു വലിയ കറപ്ഷനായിരുന്നു, വലിയ അഴിമതിയായിരുന്നു. അതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ രാഹുൽ ഗാന്ധി നാട്ടിലുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ അവസരവും രാഹുൽ ഗാന്ധി മിസ് ചെയ്തു, നഷ്ടപ്പെടുത്തി. കലർത്തിയ പെട്രോൾ രാജ്യവ്യാപകമായി വിൽക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ വാഹനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിരുന്നു. ചർച്ച ചെയ്യപ്പെടേണ്ട, സമരം ചെയ്യേണ്ട, തോൽപ്പിക്കേണ്ട ഒരു പദ്ധതിയാണ്. വലിയ അഴിമതിയുള്ള ഒരു പദ്ധതിയാണ്. രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. BJPയുടെ ഇത്തരം വൈൽഡ് കാറ്റ് സ്കീമിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭം ആവശ്യമായിരുന്നു. ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ, നയങ്ങൾക്കെതിരെ സമരം നടത്താൻ രാഹുൽ ഗാന്ധി നാട്ടിലുണ്ടായില്ല. ജനാധിപത്യപരമായ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷം ഇപ്പോൾ അദൃശ്യമാണ്, ഇൻവിസിബിളാണ്. BJPയുടെ നയങ്ങളെ തുറന്നുകാട്ടാൻ കിട്ടിയ മുഴുവൻ അവസരങ്ങളും പാഴാക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരുന്നത് സങ്കടകരമാണ്.